ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നാണ്. അക്കൗണ്ടിങ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അക്കൗണ്ടിങ് എന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തിക നിലയും വ്യക്തമാക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് അക്കൗണ്ടിങ് എന്നത്. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. And also described as the process of identifying, measuring, and communicating economic information to facilitate informed decisions. അക്കൗണ്ടിങ് എന്നത് റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും ഇൻ്റർപ്രറ്റിങ്ങും എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി വ്യക്തമായിട്ട് വിവരിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് steps like identifying financial events, measuring in money terms, recording, classifying, summarizing, analyzing and communicating. അക്കൗണ്ടിങ് എന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് മാനറിൽ റെക്കോർഡ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്, മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് ആൻഡ് ക്രോണോളജിക്കൽ ഓർഡേഴ്സ്. എല്ലാ ട്രാൻസാക്ഷൻസും ക്രമമായിട്ട് അല്ലെങ്കിൽ ഓർഡറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ascertain profit or loss, determine financial results using profit and loss account. എല്ലാ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റും ലോസും കണക്കാക്കുന്നു. ഡിറ്റർമിൻ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് ആൻഡ് ലയബിലിറ്റി സ്റ്റാറ്റസ് യൂസിങ് ദ ബാലൻസ് ഷീറ്റ്. കമ്പനിയുടെ ആസ്തിയും കടബാധ്യതകളും ഡിറ്റർമിൻ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്നു. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്, aids investors, creditors and management in decision making. ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, മാനേജ്മെൻറ്റ് തുടങ്ങിയവർക്ക് സഹായകരമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു. അസിസ്റ്റ് മാനേജ്മെൻറ്റ് ത്രൂ അനാലിസിസ്, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ. അനലൈസ് ചെയ്യാനും ബഡ്ജറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എന്നിവയിലൂടെയെല്ലാം മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ആണുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, സമ്മറൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ടു പ്രൊവൈഡ് ആൻ ആക്യുറേറ്റ് പിക്ചർ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ടു external parties like investors, creditors and regulatory authorities. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നത് ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലഘൂകരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം പുറമേ ഉള്ളവർക്ക്, പ്രധാനമായിട്ടും നിക്ഷേപകർ, സർക്കാർ, ക്രെഡിറ്റേഴ്സ് എന്നിവർക്ക് സ്ഥാപനത്തിൻ്റെ നിലയും ലാഭവും നഷ്ടവും മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സോ നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, മെയിൻലി ഫോർ ഔട്ട്സൈഡ്സ് സച്ച് ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, ബാങ്ക്സ്. പ്രധാനമായിട്ടും ഔട്ട്സൈഡേഴ്സിനാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് IFRS or GAAP. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർ GAAP അനുസരിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഫോക്കസ്ഡ് ഓൺ പാസ്റ്റ് ട്രാൻസാക്ഷൻസ്, മുന്നേയുള്ള ട്രാൻസാക്ഷനെ ഫോക്കസ് ചെയ്യുന്നു. പീരീഡ് റിപ്പോർട്ടിംഗ് യൂഷ്വലി പ്രിപ്പയർഡ് ആനുവലി.
ആനുവലി റിപ്പോർട്ട് അല്ലെങ്കിൽ മന്ത്ലി റിപ്പോർട്ട് അല്ലെങ്കിൽ വീക്ക്ലി റിപ്പോർട്ട് എന്നിങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. യൂഷ്വലി ഇയർലി ആണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. കീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഷോസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓവർ എ പീരീഡ്. ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ലാഭവും നഷ്ടവുമാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഇറ്റ് ഷോസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ പോയിന്റ് ഇൻ ടൈം. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും ഇപ്പോഴുള്ള സ്ഥിതിയുമാണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ്, പ്രോഫിറ്റ് ഓർ ലോസ്. സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയിക്കുക. ടു പ്രസന്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സ്ഥാപനത്തിൻ്റെ സ്ഥിതി എന്താണ്, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത് വ്യക്തമാക്കുന്നു. ടു പ്രൊവൈഡ് റിലവൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിന്, നിക്ഷേപകർക്കും ക്രെഡിറ്റേഴ്സിനും ഒരു വിശ്വാസം നൽകുന്നു. ടു കംപ്ലൈ വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. നിയമാനുസൃതമായിട്ടുള്ള റിപ്പോർട്ട്സുകൾ നൽകുന്നു. അടുത്ത നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻവോൾവ് മെഷറിംഗ്, അനലൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. It helps business determine the actual cost of production and control expenses to improve profitability. ഉൽപാദന സേവന സ്ഥാപനത്തിൻ്റെ വസ്തുക്കൾ, തൊഴിൽ, ഓവർഹെഡ് എന്നിവയിലൂടെ ചെലവുകൾ കണക്കാക്കി അല്ലെങ്കിൽ നിയന്ത്രിച്ച് കുറഞ്ഞ ചെലവിൽ ഉൽപാദനം ഉറപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അക്കൗണ്ടിംഗ് സ്ട്രീമാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഇന്റേണൽ യൂസ്, പ്രൈമർലി ഫോർ മാനേജ്മെന്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. മാനേജ്മെന്റിന് വേണ്ടി മാത്രമുള്ള യൂസ്. ചെലവുകൾ നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കോസ്റ്റ് കൺട്രോൾ ഹെൽപ്സ് ഐഡന്റിഫൈ ആൻഡ് റെഡ്യൂസ് വേസ്റ്റ്ഫുൾ എക്സ്പീരിയൻസ്. ചെലവുകൾ നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കോസ്റ്റ് അസർട്ടൈൻമെന്റ് കാൽക്കുലേറ്റ് ദ എക്സാക്ട് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഉൽപാദനം, സേവനം എന്നിവയുടെ യഥാർത്ഥ ചെലവ് കണക്കാക്കുന്നു. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അസിസ്റ്റ് ഇൻ പ്ലാനിംഗ് ഫ്യൂച്ചർ കോസ്റ്റ്. മുൻകൂട്ടി ചെലവുകൾ കണക്കാക്കുന്നു. ഇനി രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ. നേരിട്ട് ഉൽപാദനത്തിലേക്ക് പോകുന്ന ചിലവുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽസ്, വേജസ്, ഇതെല്ലാം ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് കോസ്റ്റ് നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ടു പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് റെന്റ്, യൂട്ടിലിറ്റീസ്. ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടൻ ഉൽപാദന പ്രക്രിയയിൽ കാണാൻ സാധിക്കാത്ത ചെലവുകളാണ്. ഇലക്ട്രിസിറ്റി, റെന്റ്, ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ടു ഡിറ്റർമിൻ ദ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഉൽപാദനത്തിൻ്റെ ശരിയായിട്ടുള്ള ചിലവ് കണ്ടെത്തുന്നു. ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഉൽപാദനത്തിൻ്റെ ചിലവ് കുറയ്ക്കാനായിട്ട് മാർഗങ്ങൾ കണ്ടെത്തുന്നു. ടു പ്രൊവൈഡ് ഡാറ്റ ഫോർ പ്രൈസിംഗ് ഡിസിഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ ചിലവുകളും നിയന്ത്രണത്തിനും തീരുമാനങ്ങൾക്കുമായിട്ട് സഹായങ്ങൾ നൽകുന്നു. ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ കോസ്റ്റ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. മാനേജ്മെൻറ്റിൻ്റെ ചിലവുകളും നിയന്ത്രണത്തിനും തീരുമാനങ്ങൾക്കുമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നു. ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നു. എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് അനലൈസിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് മേക്ക് ബെറ്റർ പ്ലാനിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്ലാനിങ്, നിയന്ത്രണം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വിവരങ്ങൾ തയ്യാറാക്കുന്നതും അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ്, ഫോക്കസ് ഓൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് റാദർ ദാൻ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. പാസ്റ്റിനു പകരം വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു. ഇന്റേണൽ യൂസ്, ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ മാനേജേഴ്സ്. മാനേജേഴ്സിന് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഡിസിഷൻ മേക്കിംഗ്, സപ്പോർട്ട് ബഡ്ജറ്റിംഗ്, വേരിയസ് അനാലിസിസ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേറ്റിംഗ്.
ബഡ്ജറ്റ്, ഫോർകാസ്റ്റ്, വേരിയസ് അനാലിസിസ് ഇതിനെല്ലാമായിട്ട് ഉപയോഗിക്കുന്നു. നോ ലീഗൽ ഒബ്ലിഗേഷൻ, നോ മാൻഡേറ്റഡ് ബൈ ലോ. നിയമപരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നിർബന്ധമില്ല. കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട്സ് tailored to the needs of management at various levels. മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള തരത്തിൽ ആവശ്യമായിട്ടുള്ള സമയത്ത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട്സ് നൽകുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിനുപയോഗിക്കുന്ന ടൂൾസും ടെക്നിക്സുമാണ്. സോ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ്, പ്ലാനിംഗ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ഫോർ ദ ഫ്യൂച്ചർ. വരുമാനങ്ങളും ചെലവുകളും മുൻകൂട്ടി മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, സെറ്റിംഗ് കോസ്റ്റ് ബെഞ്ച്മാർക്സ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് എഗെയിൻസ്റ്റ് ദം. ചിലവിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവ പാലിക്കുന്നുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. വേരിയൻസ് അനാലിസിസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബഡ്ജറ്റിംഗ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. യഥാർത്ഥ ചെലവും ബഡ്ജറ്റ് ചെലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കുക. റേഷ്യോ അനാലിസിസ്, ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് യൂസിംഗ് വേരിയസ് റേഷ്യോസ്. മാർജിനൽ കോസ്റ്റിംഗ്, അനലൈസിംഗ് അഡീഷണൽ കോസ്റ്റ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് ആൻഡ് പ്രൈസിംഗ്. ഉൽപാദനത്തിനും പ്രോഫിറ്റിനും പ്രൈസിനുമെല്ലാമുള്ള ചെലവുകൾ നിശ്ചയിക്കുന്നു, അനലൈസ് ചെയ്യുന്നു. സോ ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിംഗ്, മികച്ച തീരുമാനങ്ങൾ എടുക്കാനും പ്ലാൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ബഡ്ജറ്റ് മാനേജ്മെൻറ്റിനെയും കോസ്റ്റ് കൺട്രോളിനെയും എഫക്റ്റീവ്ലി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ടു മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് മാക്സിമം ആക്കുന്നു. ടു ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓപ്പറേഷനിലെ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ആൻഡ് റിപ്പോർട്ട് ടൈലർഡ് ടു മാനേജ്മെൻറ്റ് നീഡ്സ്, മാനേജ്മെൻറ്റിൻ്റെ നീഡ്സിനനുസരിച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുകയും ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അടുത്തത് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റും കൺവെൻഷൻസുമാണ്. ഫസ്റ്റ് പോയിന്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ്സിൻ്റെ വരുമാനവും ചെലവുകളും ഉടമയുടെ വ്യക്തിഗതമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണം. മണി മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്. ഓൺലി മോണിറ്ററി ഐറ്റംസ് ആർ റെക്കോർഡഡ്. അക്കൗണ്ടിങ്ങിലും പണം കൊണ്ടും മൂല്യം കൊണ്ടും നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. ആത്മസന്തോഷം, ട്രസ്റ്റ് ഇതൊന്നും രേഖപ്പെടുത്തേണ്ടതില്ല. അടുത്ത പോയിന്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. ബിസിനസ് കണ്ടിന്യൂസ്ലി പ്രവർത്തിക്കുമെന്ന് നാം കരുതുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസറ്റ്സിൻ്റെ ദീർഘകാല ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി അതിൻ്റെ യന്ത്രം വാങ്ങുമ്പോൾ മുഴുവൻ ചെലവുകളും ഒരു ഇയറിൽ തന്നെ കണക്കാക്കുന്നില്ല, ഓരോ ഇയറിലും അത് ചെലവായിട്ട് കണക്കാക്കുന്നു. കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. അസറ്റ്സ് ലൈക്ക് മെഷീൻസ്, ബിൽഡിങ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഒറിജിൻ കോസ്റ്റാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്, ഭാവിയിലെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നില്ല. ആക്ച്വൽ കൺസെപ്റ്റ്. റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ബൈ ഒക്കേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് എക്സ്ചേഞ്ച്ഡ്. പണം കിട്ടിയ സമയമോ നൽകിയ സമയമോ അല്ല, എപ്പോഴാണ് വരുമാനം കൈവന്നത് അല്ലെങ്കിൽ ചെലവായത് അതാണ് കണക്കാക്കേണ്ടത്. അടുത്തത് കൺസർവേറ്റിസം, പ്രൂഡൻസ്. റെക്കോർഡ് എക്സ്പെക്റ്റഡ് ലോസസ് നോട്ട് ഗെയിൻസ്. നഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ കണക്കാക്കുക, എന്നാൽ ലാഭം ഉറപ്പായതിനു ശേഷം മാത്രം കണക്കാക്കുക. ഒരു കസ്റ്റമറിന് പണമടക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് ബാഡ് ഡെബിറ്റായിട്ട് കണക്കാക്കണം, എന്നാൽ കോടതി വിധി കിട്ടുന്നത് വരെ ലഭിക്കാവുന്ന തുക വരുമാനമായിട്ട് കണക്കാക്കരുത്. മെറ്റീരിയാലിറ്റി. ഇഗ്നോർ ട്രിവൽ ഐറ്റംസ് ഡു നോട്ട് അഫക്റ്റ് ഡിസിഷൻ മേക്കിംഗ്. വളരെ ചെറുതാണെങ്കിലും ഒരു വിവരം സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ്, കൺസിസ്റ്റൻസി. യൂസ് ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഒരു വർഷം ഉപയോഗിച്ച അക്കൗണ്ടിംഗ് രീതി അടുത്ത ഇയറിലും തുടർന്നിരിക്കണം. മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് യന്ത്രങ്ങളുടെ വില കുറക്കുന്നതെങ്കിൽ അടുത്ത ഇയർ റിട്ടേൺ വാല്യൂ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് ചെയ്യണം. അടുത്ത പോയിന്റ്, പീരിയോഡിസിറ്റി. ഫിനാൻഷ്യൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ഓവർ സ്റ്റാൻഡേർഡ് ടൈം ഇൻ്റർവെൽ, യൂഷ്വലി ആനുവലി. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം തുടരുന്നുവെങ്കിലും സാമ്പത്തിക ഫലങ്ങളെക്കുറിച്ചറിയാൻ നിശ്ചിത സമയങ്ങളിൽ, ഉദാഹരണം
മന്ത്ലി, ഇയർലി, ക്വാർട്ടർലി അതിൻ്റെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ലോസ് കണക്കാക്കുന്നു. പ്രോഫിറ്റ് ലോസ് അതോറിറ്റി ഓരോ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത് നമ്മൾ നോക്കുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ GAAP ആണ്. So GAAP refers to the standard set of accounting principles, guidelines and procedures using the preparation and presentation of financial statements. Full form, generally accepted accounting principles. It is also known as the common framework of accounting rules that all businesses follows for maintaining consistency, transparency and accuracy in financial reporting. So GAAP or ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നത് സാധാരണയായിട്ട് അംഗീകരിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്നത് ട്രാൻസ്പെറൻസി, കമ്പാരറ്റബിലിറ്റി, റിലേറ്റബിലിറ്റി അനുസരിച്ചിട്ട് ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുക എന്നതാണ്. GAAP പ്രധാനപ്പെട്ട കീ കമ്പോണൻസ് എന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റും അക്കൗണ്ടിങ് കമ്പോണൻസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമാണ്. സോ അടുത്തത് നമ്മൾ നോക്കുന്നത് GAAP അല്ലെങ്കിൽ GAPൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ട്രാൻസ്പെറൻസി, ടു പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് ഹോണസ്റ്റ് പിക്ചർ ഓഫ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ സാമ്പത്തിക നില കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. കമ്പാരിറ്റബിലിറ്റി, enables easy comparison between the financial statements of different companies. ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് താരതമ്യം ചെയ്യാനായിട്ട് കഴിയുന്നു. റിലയബിലിറ്റി, എൻഷുവർ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി. കണക്കുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നതും വാലിഡിറ്റി ഉള്ളതും റിലയബിലിറ്റി ഉള്ളതുമായിരിക്കണം. അടുത്ത പോയിന്റ് കൺസിസ്റ്റൻസി, ഇറ്റ് എൻഷുവർ ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഓവർ ടൈം. ഓരോ വർഷവും കണക്കുകൾ ഒരേ രീതിയിൽ തയ്യാറാക്കണം. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റും അക്കൗണ്ടിങ് കമ്പോണൻസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമാണ്. സോ നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോഴും ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട് എന്നിവ ഉൾക്കൊണ്ടിരിക്കണം. ദീസ് എൻഷുവർ ദാറ്റ് ദ കമ്പനി പ്രസൻറ്റ്സ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ഡാറ്റ ഫെയർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ലീഗൽ സപ്പോർട്ട്സ് ആണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAI and Securities and Exchange Board of India SEBI. These bodies help in developing and enforcing generally accepted accounting principles in India. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? Indian accounting standards are the set of accounting principles and guidelines that companies in India must follow. These standards are issued by the Institution of Chartered Accounts of India, ICAI. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നത് ഇന്ത്യയിലെ കമ്പനികൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ്. ഇവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് പുറത്തുവിടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. ഇറ്റ് ഇഷ്യൂഡ് ബൈ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ICAI is the official body responsible for the formulation and issuance of accounting standards in India. ഇവരാണ് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് രൂപപ്പെടുത്തുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ആൻഡ് കൺവേർജ്ഡ് വിത്ത് IFRS. Indian accounting standards are converged with the International Financial Reporting Standards IFRS. This means they are aligned with the global accounting practices and making Indian companies' reports comparable with international companies.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ്, അതായത് ലോകമെമ്പാടുമുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന രീതിയുമായിട്ട് ഒത്തിണങ്ങിയിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നിലവിൽ വന്നിരിക്കുന്നത്. ഫേസ്ഡ് ഇംപ്ലിമെന്റേഷൻ. Indian accounting standard is implemented in phases based on a company's net worth and whether it is listed or not. First applied to large listed companies and later extended to smaller unlisted companies. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതെല്ലാം കമ്പനികൾക്ക് ബാധകമാവുന്നുവെന്ന് അവയുടെ നെറ്റ് വർത്ത് പ്രകാരമാണ് തീരുമാനിക്കുന്നത്. സോ ഫസ്റ്റ് വലിയ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ആണ് ആദ്യം ബാധിക്കുക. പിന്നീട് ചെറിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഇത് റിക്വയർഡ് ആയിട്ട് തുടങ്ങി. സോ ഇനി നമ്മൾ നോക്കുന്നത് ഏത് കമ്പനികൾക്കാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ലിസ്റ്റഡ് കമ്പനീസ് രജിസ്റ്റേർഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത ലിസ്റ്റഡ് കമ്പനീസ് ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, അൺലിസ്റ്റഡ് കമ്പനീസ് ഹാവിംഗ് ഹൈ നെറ്റ് വർത്ത്. ഹൈ നെറ്റ് വർത്ത് ഉള്ള അൺലിസ്റ്റഡ് കമ്പനീസ്. ആൻഡ് തേർഡ്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് NBFCs ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, NBFCs തുടങ്ങിയ മറ്റ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് തേർഡ് വൺ. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. വിശ്വസ്തതയും ട്രാൻസ്പെറൻസിയും ഉറപ്പുവരുത്തുന്നു. അലൈൻഡ് ഇന്ത്യ വിത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രാക്ടീസ്. ആഗോള നിലവാരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരിക. അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുക. എനേബിൾ കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ കമ്പനീസ്. ഇന്ത്യയും ഇന്റർനാഷണൽ കമ്പനീസും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഫോർമുലേഷൻ ഓഫ് ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ബൈ ICAI. ICAIയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിക്കുക. കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഡസ്ട്രി ബോഡീസ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ലൈക്ക് SEBI, RBI എക്സെട്ര. സർക്കാർ, വ്യവസായ സംഘടനകൾ, SEBI, RBI പോലുള്ള നിയന്ത്രണ സ്ഥാപനങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഡ്രാഫ്റ്റ് പ്രിപ്പറേഷൻ, പ്രിലിമിനറി ഡ്രാഫ്റ്റ് സർക്കുലേറ്റഡ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുക. എക്സ്പോഷർ ഡ്രാഫ്റ്റ്. പബ്ലിക് കമൻസ് ആർ ഇൻവൈറ്റഡ്. പൊതുജന അഭിപ്രായം സമാഹരിക്കുക. ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്. ആഫ്റ്റർ എ റിവ്യൂ ആൻഡ് റിവിഷൻ ഇറ്റ് ഈസ് സബ്മിറ്റഡ് ടു ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA ഓർ മിനിസ്റ്ററി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സ് NCA ഫോർ നോട്ടിഫിക്കേഷൻ. റിവ്യൂ ചെയ്തതിനും റിവൈസ് ചെയ്തതിനും ശേഷം NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സിന് സമർപ്പിക്കുക. സോ ഇതാണ് ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.